ഹലോ ഗൈസ്, ഇവിടെ എനിക്ക് ബോറടിച്ച് ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഗൈസ്. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം, വണ്ടി എടുത്ത് കറങ്ങാൻ പോവാം. ഗൈസ്, എനിക്കൊരു ഐഡിയ ഉണ്ട്. ഇവിടെ ഇപ്പം എൻ്റെ അടുത്ത് പാസ്പോർട്ടൊക്കെ ഉണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നേരെ ലക്ഷദ്വീപിലോട്ട് പോവാം. ലക്ഷദ്വീപ് പിന്നെ ഞാൻ ലക്ഷദ്വീപിലിരിക്കണം. ലക്ഷദ്വീപിൻ്റെ കുറേ സ്ഥലമുണ്ടല്ലോ, കുറേ പാർട്ടൊക്കെ ഉണ്ടല്ലോ. നമുക്കതിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ പോവാം ഗൈസ്. നമുക്കിനി ബാഗൊക്കെ പാക്ക് ചെയ്യാം കേട്ടോ ഗൈസ്. ഓക്കെ, പിന്നെ ബാഗൊക്കെ പാക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഒരു കാര്യം ചെയ്യാം, നേരെ നമ്മുടെ ഏത് വണ്ടി എടുക്കും? നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ KTM എടുക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, KTM എടുത്ത് നേരെ എയർപോർട്ടിലോട്ട് പോവാം. അതായിരിക്കും ഗൈസ് നല്ലത്. നമുക്കിനി വേഗം നമ്മുടെ എയർപോർട്ടിലോട്ട് പോവാം. എയർപോർട്ട് പിന്നെ അടുത്താണ് ഗൈസ്, അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ. നമുക്കിനി വേഗം എയർപോർട്ടിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, ബ്രേക്ക് കുടിക്കുകയോ ഗൈസ്? അതിലിടിച്ചു. അതൊന്നും കുഴപ്പമില്ല. നമുക്കിനി വേഗം എയർപോർട്ടിലോട്ട് പോവാം ഗൈസ്. അങ്ങനെ നമ്മുടെ എയർപോർട്ടൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലൈറ്റിൽ കയറാം ഗൈസ്. നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. സെക്കൻഡ് ടൈം. യെസ് ഗൈസ്, നമ്മൾ സെക്കൻഡ് ടൈമാണ് ഫ്ലൈറ്റിൽ കയറണേ ഗൈസ്. നമ്മുടെ ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ ടേക്ക് ഓഫ് ആകാൻ പോവാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആകാൻ പോവാണ്. ടേക്ക് ഓഫ് ആവ്. യെസ് ഗൈസ്, നമ്മുടെ ഫ്ലൈറ്റ് അങ്ങനെ ടേക്ക് ഓഫ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു കാര്യം ചെയ്യാം, നേരെ നമ്മുടെ ലക്ഷദ്വീപിലോട്ടാണ് ഗൈസ് നമ്മൾ പോകുന്നത്. നമുക്കിനി ഇവിടെ നിന്ന് വേഗം പോവാം ഗൈസ്. ഇവിടെ ഞാൻ അങ്ങനെ ലക്ഷദ്വീപിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫ്ലൈറ്റിലുണ്ടായി. ഈ ലക്ഷദ്വീപ് നമ്മുടെ സിറ്റി പോലെ തന്നെയാണ് ഗൈസ്, നമ്മുടെ സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇത് പക്ക നമ്മുടെ സിറ്റി പോലെയാണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ നമ്മുടെ സിറ്റിയാണ്. യെസ് ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് വല്ല ടാക്സീനെ വിളിച്ച് പോവാം കേട്ടോ ഗൈസ്. ഓക്കെ, ടാക്സീനെ വിളിക്കുക ഗൈസ്. നമുക്കിനി വേഗം നമ്മുടെ ടാക്സീനെ വിളിക്കുക. ഓക്കെ, വേഗം വിളിക്കാം. നമുക്ക് വിളിക്കാം. ചേട്ടാ, ഒന്ന് എയർപോർട്ടിലോട്ട് വരെ വരാൻ പറ്റുമോ? ഓക്കെ, ശരി. ഓക്കെ ചേട്ടാ. ഗൈസ്, അങ്ങനെ ചേട്ടൻ എയർപോർട്ടിലൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഒരു കാര്യം ചെയ്യാം, നേരെ അവിടെ വെയിറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ ആ ടാക്സിയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ടാക്സി ഇങ്ങനെയാണ് ഗൈസ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഏറ്റവും ബാക്കിൽ പോയിരിക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ അങ്ങനെ ടാക്സിയൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. എങ്ങോട്ടാ പോണ്ടേ ചേട്ടാ? അത് പിന്നെ നിറയെ വണ്ടികളൊക്കെ ഉള്ള സ്ഥലമില്ലേ, ബൈക്ക്, കാർ അങ്ങനെയൊക്കെ ഉള്ളത്. ഓക്കെ, ശരി. ഓക്കെ ഗൈസ്, ഇവിടെ അങ്ങനെ അയാൾ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിനി വേഗം ആ സ്ഥലത്തോട്ട് പോവാം. ഇയാളിത് എങ്ങോട്ടാ പോണേ? ഇയാൾ മറ്റേ ഗോർഡോണിലാണ് പോണേ. അവിടെ നിറയെ വണ്ടികൾ ഉണ്ടായാൽ മതി. ഉണ്ടാവാണ്ടിരിക്കില്ല ഗൈസ്. ഇവിടെ അങ്ങനെ 3 ബൈക്ക് ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ 3 ബൈക്കേ ഉള്ളൂ. അത് സാരില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ ZX ടെന്നർ എടുക്കാം. അതായിരിക്കും ഗൈസ് നല്ലത്. നമുക്കിനി ഒരു കാര്യം ചെയ്യാം, വേഗം പോവാം ഗൈസ് ഈ ബൈക്ക് എടുത്തിട്ട്. ഓക്കെ, നമുക്കിനി വേഗം പോവാം. നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. നമുക്ക് ഫുഡ് കഴിക്കാം, അതായിരിക്കും നല്ലത്. ഫുഡ് പിന്നെ അവിടെ അടുത്ത് തന്നെയാണല്ലോ ഫുഡ് കഴിക്കുന്ന സ്ഥലം, അതുകൊണ്ട് പോവാം. അവിടെ പിന്നെ പുതിയ ഹോട്ടൽ തുടങ്ങിയിട്ട് ഒരാഴ്ച ആയിട്ടുണ്ടാവും. സീനില്ല, ഒരാഴ്ച ആയിട്ടെങ്കിലും നമ്മൾ വന്നല്ലോ, അതേ മതി. നമുക്കിനി ഒരു കാര്യം ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ പോയി കഴിക്കുക ഗൈസ്. ഇവിടെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ പിന്നെ ഇഡ്ഡലിയാണ് കഴിച്ചത്. ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചു, അതുകൊണ്ട് സീനില്ല. എൻ്റെ വിശപ്പൊക്കെ പിന്നെ മാറിയിട്ടുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് എൻ്റെ വീടാണ്. എൻ്റെ വാടക വീടാണ് ഗൈസ്. ഞാൻ പുതിയ വീട് സ്റ്റേ പാക്കേജ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗൈസ് എൻ്റെ വീട്. സ്വന്തം വീടല്ല, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ വീടിൻ്റെ പൈസയൊക്കെ അടയ്ക്കണം കേട്ടോ. നമ്മൾ പിന്നെ ഇവിടെ ഒരു 2 മാസമൊക്കെ താമസിക്കും. ഓരോരോ ആഴ്ച പൈസ അടിക്കണം. 1000 രൂപയാണ് കേട്ടോ ഗൈസ്. അതൊന്നും സീനില്ല. നമുക്കിനി വേഗം ഇവിടെ നിന്ന് പോവാം. അതായത് നമുക്ക് വേഗം പോയി TV കാണാം, അതായിരിക്കും നല്ലത്. പിന്നെ TV ഇരുന്ന് കാണാം. ഓക്കെ, TV കാണാം ഗൈസ്. ഞാൻ ഇവിടെ TV ഒക്കെ കണ്ടു കേട്ടോ. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. TV കണ്ടപ്പോൾ ഇല്ലേ,
നമ്മുടെ ഈ ലക്ഷദ്വീപ് സിറ്റിയിലില്ലേ, ഞാൻ വന്ന സിറ്റിയിൽ അവിടെ പുതിയ റേസൊക്കെ നടക്കുന്നുണ്ട്, മെഗാ റാമ്പ് റേസ്. അവിടെ നമ്മളും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നേരെ പോവാം. ജയിച്ചാൽ പിന്നെ ഒരു 200 മില്യൺ കിട്ടും, 20 കോടി അത്രയൊക്കെ കിട്ടും ഗൈസ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നേരെ പോവാം അവിടേക്ക്. അതായിരിക്കും ഗൈസ് നല്ലത്. പിന്നെ വേഗം പോവാം. ഇത് പിന്നെ അടുത്താണ് ഗൈസ്. പിന്നെ നമ്മുടെ മറ്റേ ആ സിറ്റിത്തെ ഓഫീസല്ല, ഇത് വേറെ ഓഫീസാണ്. ഇവിടെ വേറെ ഓഫീസായിട്ട് വെച്ചിട്ടുണ്ട്. ഇതല്ല, ഇനി കുറച്ച് ദൂരം പോകണം, 4 ഓഫീസ് എത്തുള്ളൂ ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ ഓഫീസ് കേട്ടോ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതിന് പോവാം ഗൈസ്. അങ്ങനെ ഞാൻ എന്തോ പാർട്ടിസിപ്പേറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോവാം കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ ഞാനാണ് സ്റ്റണ്ട് റേസ് കളിക്കാൻ പോകണം കേട്ടോ. എന്തായാലും ഞാനാ ജയിക്കുക. കണ്ടില്ലേ എൻ്റെ വണ്ടി, ബുള്ളറ്റാണ്, ബുള്ളറ്റ്. എൻ്റെ വണ്ടിയാണ് ഏറ്റവും സൂപ്പർ. ഈ മെഗാ റാമ്പിൻ്റെ കളറ് കണ്ടില്ലേ, ഒരു ഗ്രീനും ബ്ലൂ ആയിട്ടാണ്. ഞാൻ തലയിടിച്ച് വീണില്ല ഭാഗ്യത്തിന്. ഗൈസ് നമുക്കിനി ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് പോവാം കേട്ടോ ഗൈസ്. അങ്ങനെ ചാടി ചാടി പോവാം. എന്തായാലും ഞാനിനി ഈ റേസിൽ ജയിക്കുള്ളൂ. ആ 200 മില്യൺ ഞാൻ തന്നെ സ്വന്തമാക്കും, 20 കോടി. അയ്യോ അതെന്താ സൈഡിലേക്ക് പോണത്? അയ്യോ എനിക്ക് കിട്ടണ്ട. അയ്യോ സൈഡിലേക്ക് പോകണോ? അയ്യോ സൈഡിലേക്ക് പോകണോ? ആ ബെസ്റ്റ്. നമ്മളിത് ഈ റേസിൽ തോറ്റു. ഇപ്പോഴാണ് ഒരു സമാധാനം കിട്ടിയത്. വെറുതെ ഇരുന്ന് ഷോ ഇറക്കാൻ നിൽക്കണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്. പക്ഷേ ഞാൻ തോറ്റില്ല എന്നാലും ഈ റേസിൽ. ഓക്കെ ഗൈസ്, അങ്ങനെ ആ പൊട്ടൻ തോറ്റിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് കളിക്കാം ഏതായാലും ഗൈസ്. ഇവിടുത്തെ മെഗാ റാമ്പ് വേണ്ട, ഒരു ബ്ലൂവും ഗ്രീനും ആയിട്ടാണ്. ഇത് കണ്ടില്ലേ, അങ്ങനത്തെ ഒരു മെഗാ റാമ്പാണ് ഇവിടെ. അതാണ് ഗൈസ് സീന്. നമ്മുടെ അവിടുത്തെ മെഗാ റാമ്പ് എന്താ പറയുക, യെല്ലോയും റെഡും ആണ്, മഞ്ഞയും ചുവപ്പും. ഇവിടുത്തെ കണ്ടില്ലേ, പക്ഷെ മെഗാ റാമ്പ് ഒരേതാണ്, കളർ മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷെ എനിക്ക് അവിടുത്തെ മെഗാ റാമ്പ് ഇഷ്ടം. ഇവിടുത്തെ കളർ അത്ര ശരിയില്ല. നമുക്കിനി ഇവിടുന്ന് ഒരൊറ്റ ചാട്ടം ചാടാം ഗൈസ്. ഓ ഗൈസ്, അവിടെ എത്തിയാൽ മതി. ടൈമേ അവിടെ എത്തണേ. ഓക്കെ, സേഫായിട്ട് ലാൻഡ് ആയില്ല. ഇവിടെ നിന്ന് താഴെ വീണാൽ കുഴപ്പമില്ല ഗൈസ്. അയ്യോ എൻ്റെ കാല് കുറച്ച് മുറിവ് വന്നു, അതൊന്നും കുഴപ്പമില്ല. നമുക്കിനി വേഗം പോവാം ഗൈസ്. ഇവിടെ എനിക്ക് അങ്ങനെ 20 കോടിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നേരെ വീട്ടിലോട്ട് പോവാം. ഇനി നമുക്ക് 2 മാസം കഴിഞ്ഞാൽ പോകണ്ടേ? എനിക്ക് തോന്നുന്നില്ല എനിക്കിവിടെ 2 മാസം ഒന്നും ഇരിക്കാൻ പറ്റുന്നു. ഞാനിനി ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങും. എനിക്ക് വയ്യ എത്ര ദിവസം ഒന്നും ഇവിടെ ഇരിക്കാം. എനിക്ക് എൻ്റെ പഴയ സിറ്റിയിലോട്ട് പോകണം ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമ്മൾ 700 അടിക്കാൻ പോകണം. ഒന്ന് ചെയ്യുക ഗൈസ്. ഇനി വെറും ഒരു 5 സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി 700 അടിക്കാൻ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, അങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്ക്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും പോയിട്ട് കിടന്നുറങ്ങാം, അതായിരിക്കും നല്ലത്. നമുക്കിനി കിടന്നുറങ്ങാം ഗൈസ്. അയ്യോ നമുക്ക് നമ്മുടെ ബെഡിൽ പോയി കിടന്നുറങ്ങാം, അതാണ് നല്ലത്. യെസ് ഗൈസ്, നമുക്കിനി പോയി കിടന്നുറങ്ങണം. അയ്യോ ഇപ്പോഴാണ് ഇത്തിരി സമാധാനം കിട്ടിയത്. ബൈ ഗൈസ്.